മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയ സംഘങ്ങളുടെ താവളമായി മാറിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരെ CBI അന്വേഷണം വേണമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ കണയന്നൂർ താലൂക്ക് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോകങ്ങളുടെ താവളമായി മാറിയെന്ന് ഭരണകക്ഷി MLA തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് പരാജയമായ സാഹചര്യത്തിൽ തൽസ്ഥാനത്ത് തുടരുന്നതിന് യാതൊരു ധാർമ്മികതയും മുഖ്യമന്ത്രിക്കില്ല എന്നും എത്രയും വേഗം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും സമരം ആവശ്യപ്പെട്ടു. ആരാ പറയുന്നത്? UDF അല്ല, പ്രതിപക്ഷ നേതാവല്ല, മറ്റാരെങ്കിലുമല്ല. അവരൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണ് ശരിയാ. പക്ഷെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് CPM എന്ന് പറയാൻ നാണക്കേടുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം സ്വതന്ത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ സ്വന്തം ആളായിട്ട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു MLA ആണ്. ആ MLA ആണ് പറഞ്ഞിരിക്കുന്നത് ADGP എന്ന് പറയുന്ന അദ്ദേഹം വലിയ ക്രമക്കേടുകൾ കാട്ടിയിരിക്കുന്നു, ഫോൺ ചോർത്തൽ വരെ നടത്തിയിരിക്കുന്നു. ആരുടെയൊക്കെയാണ് ഫോൺ ചോർത്തൽ നടത്തിയത് എന്നറിയില്ല എങ്കിലും വിവിധ മേഖലയിലുള്ള പലരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകരുടെ ഉൾപ്പെടെ മറ്റു പലരുടെയും ഫോൺ ചോർത്തിയിരിക്കുന്നു. ആ ഫോൺ ചോർത്തൽ ഒരു വശത്ത്, മറുവശത്ത് മറ്റു രീതിയിലുള്ള ക്രമക്കേടുകൾ പലതും നടക്കുന്നു. ഇതിനൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാള് എന്നുള്ള നിലയിൽ ADGP വളരെ പ്രധാനപ്പെട്ട കുറ്റക്കാരനായിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഷിബു തേക്കുംപുറം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ, എല്ലാ കാര്യങ്ങൾക്കും പ്രതിപക്ഷത്തിനെ ആക്രമിക്കുവാനും നുണപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ഒക്കെയായി ഏൽപ്പിച്ചിട്ടുള്ള അൻവർ എന്ന് പറയുന്ന MLA, അദ്ദേഹം 3-4 ദിവസമായി ഈ മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുമൊക്കെ നിശിതമായ വിമർശനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് ഇതുവരെ കേൾക്കാത്ത ഏറ്റവും നികൃഷ്ടമായ നിലയിലാണ് അൻവർ MLA അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. അഹമ്മദ് തോട്ടത്തിൽ, സേവി കുരിശുവീട്ടിൽ, MP ജോസഫ്, ജോണി അരീക്കാട്ടിൽ, ബേബി വി മുണ്ടാടൻ, ജിസൺ ജോർജ്, വിനോദ് തമ്പി, CK സത്യൻ, ചന്ദ്രശേഖരൻ നായർ, സെബാസ്റ്റ്യൻ പൈനാടത്ത്, ബോബി കുറുപ്പത്ത്, ഉണ്ണി വടുതല, രാജു വടക്കേക്കര, ഗ്രേസി ആന്റണി, MV ഫ്രാൻസിസ്, TM നജീബ്, CV വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മേനകയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് സന്തോഷ് വർഗീസ്, ബേബി പൊട്ടനാനി, ജോണി വർഗീസ്, ജോഷുവ തായംകേരി, സാബു മറ്റൂഴി, റോഷൻ ചാക്കപ്പൻ, ജോർജ് കിഴക്കുമശ്ശേരി, ജോർജ് അമ്പാട്ട്, ജോയി പാണ്ടിപ്പള്ളി, അലിക്കുഞ്ഞ്, PV തോമസ്, ജോയ് സെബാസ്റ്റ്യൻ, ബേബി ഈരത്തറ, ബാബു ജോസഫ്, ജോസ് പാറേക്കാട്ടിൽ, ജേക്കബ് വേട്ടാപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.